ഹായ് ഹലോ. ഫുൾ മൂൺ എനർജിയിൽ എൻ്റെ വ്യൂസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. ഫുൾ മൂൺ എനർജിയിൽ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത്? ഗ്രോത്തിനെ കുറിച്ചാണ്, ഒരു സഡൻ ഗ്രോത്തിനെ കുറിച്ച്, സഡൻ ആക്ഷനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളെ അവർ നല്ല രീതിയിൽ സ്പൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് അവർ അറിയുന്നുണ്ട്. നിങ്ങളുടെ മെസ്സേജുകൾ എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പെട്ടെന്നൊരു ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വരാൻ കാത്തിരിക്കുന്നു. ഓക്കെ, ഒരു റീയൂണിയന്, ഒരു ന്യൂ ബിഗിനിങ്ങിനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കോൾ മെസ്സേജ് വരാനുള്ള സാധ്യത. ഓക്കെ, പക്ഷേ അവർക്ക് നിങ്ങളുടെ മുന്നിൽ പരാജയപ്പെടുവാൻ അവർക്ക് മനസ്സില്ലാത്ത അവസ്ഥയാണ്. ഓക്കെ, നിങ്ങളുടെ മുന്നിൽ അവരൊരിക്കലും പരാജയപ്പെടില്ല. ഈഗോ അവർക്ക് ഇപ്പം നിലവിലുണ്ട്. ഓക്കെ, എങ്കിലും റിലേഷൻഷിപ്പ് ബാലൻസിങ്ങിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? അവരുടെ കറണ്ട് സിറ്റുവേഷൻ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരുണ്ടായിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നല്ല പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. തേർഡ് പാർട്ടി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലൊരു ചീറ്റിങ് കിട്ടിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ റിലേഷൻഷിപ്പിനെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഡെത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനെ അവസാനിപ്പിക്കുന്നതായി കാണുന്നു. ഇനി ഫാമിലി ആണ് അല്ലെങ്കിൽ പാരൻസ് ആണ് തേർഡ് പാർട്ടി എങ്കിൽ തേർഡ് പാർട്ടികൾ മൈൻഡ് ഗെയിം ചെയ്തെന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, ശരിയായ രീതിയിൽ പറയുന്നതിന് പകരം മറ്റൊരു രീതിയിൽ അവരെ ചീറ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് നിങ്ങൾ തങ്ങളിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർക്ക് മോശമായിട്ടുള്ള അറിവ് പകർന്നു കൊടുത്തത് തേർഡ് പാർട്ടി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുടെ വിശ്വാസം ഇവിടെ അവസാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് ഈ ഫുൾ മൂണിൽ നിങ്ങളുടെ പേഴ്സൺ നൽകുന്നത്? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് എന്താണ് ഈ ഫുൾ മൂണിൽ? ഇത് സണ്ണിൻ്റെ എനർജിയാണ്, സ്ട്രെങ്തിനെയാണ് അവർ പറയുന്നത്. നിങ്ങൾ ക്ഷമിക്കുക, കുറച്ച് സമയം കൂടി ക്ഷമിക്കുക. ഓക്കെ, നമ്മൾ വീണ്ടും ഒന്നാകും എന്നുള്ള ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. സണ്ണിൻ്റെ എനർജി, ന്യൂ ബിഗിനിങ്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള റിലേഷൻഷിപ്പിൽ ഇനിയുള്ള സമയം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ? ഓക്കെ, തീർച്ചയായിട്ടും ഗ്രോത്ത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആണ് വരുന്നത്. 9 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വരുന്നുണ്ട്. ഓക്കെ, സന്തോഷത്തോടു കൂടി ഇരിക്കുക. നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. ഫുൾ മൂണിൻ്റെ എനർജിയിൽ നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ കരയരുത്. കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവായിരിക്കും വരുന്നത്. നിങ്ങൾ സന്തോഷത്തോടു കൂടി അഫർമേഷൻ ചെയ്യുക. നിങ്ങൾ മൂണിനെ നോക്കി കുറച്ച് നേരം വിഷ്വലൈസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പേഴ്സണെയും നിങ്ങളെയും നിങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ പേഴ്സണൽ നിമിഷങ്ങളെ ആലോചിക്കുക. ഒരു ബ്ലെസ്സിങ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ഉടൻ വരുന്ന അനുഗ്രഹം എന്താണ്? ഓക്കെ, നിങ്ങൾ സ്ട്രോങ് ആകുന്നു എന്നുള്ളതാണ്. പ്രതികൂല സാഹചര്യങ്ങളെ എതിർത്ത് മുന്നോട്ട് പോകുന്നു. മജീഷ്യൻ്റെ കാർഡ് വന്നിരിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു എനർജി വന്നിരിക്കുന്നു. ഓക്കെ, ഒരു ഓഫർ നിങ്ങളെ തേടി എത്തുന്നു. അത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തിക ഓഫറായിരിക്കും നിങ്ങളെ തേടി എത്തുന്നത്. ഏസ് ഓഫ് സോഡിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ക്ലാരിറ്റി വരുന്നതായി കാണുന്നുണ്ട്. ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. വിദേശത്തേക്ക് കടന്നു പോകുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില സെലിബ്രേഷനോ ബാലൻസോ വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഒക്കെ യൂണിവേഴ്സ് സപ്പോർട്ടിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എപ്പോഴാണ് എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ബ്ലെസ്സിങ് കടന്നു വരുന്നത്? എപ്പോഴാണ്? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് കപ്പാണ്. എത്രയും വേഗം തന്നെ നിങ്ങളുടെ ലൈഫിൽ വരും. ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പേഴ്സണൽ റീഡിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ
ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾ ടാരോ കാർഡ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.